ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സന്തോഷമല്ലേ എല്ലാവർക്കും? മഴയൊന്നും ഇല്ലാത്ത ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്ന്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച നല്ല ദിവസമാണ് അല്ലേ? എല്ലാവർക്കും നല്ല ദിവസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. ദൃശ്യം 3 ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ 50 ലക്ഷത്തിന് മുകളിലായിരുന്നു ഇന്നലെ കളക്ഷൻ. മികച്ച കളക്ഷനായിരുന്നു ഞായറാഴ്ച. അങ്ങനെ കേരളത്തിൽ ഞായറാഴ്ച ദിവസം ഓടിയ ചിത്രങ്ങളിൽ ഏറ്റവും വമ്പൻ കളക്ഷനാണ് ദൃശ്യം നേടിയത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 65-70 റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിച്ച ദൃശ്യം. ഏകദേശം നമ്മളെ പ്രതീക്ഷ തെറ്റിച്ചില്ല. 66 ലക്ഷം രൂപയാണ് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ദൃശ്യം കളക്ട് ചെയ്തത്. 25ാമത്തെ ദിവസമാണ് എന്ന് ഓർമ്മ വേണം. അങ്ങനെ ദൃശ്യത്തിൻ്റെ കളക്ഷൻ 89 കോടി 50 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം 2 ദിവസം കൊണ്ട് 90 കോടിയിലേക്ക് ദൃശ്യം എത്തും. അങ്ങനെ കേരളത്തിൽ നിന്ന് 90 കോടി നേടുന്ന 4ാമത്തെ ചിത്രമായിട്ട് ദൃശ്യം മാറും എന്നുള്ളതാണ്. അത് 2 ചിത്രങ്ങളും ലാലേട്ടൻ്റെയാണ്, തുടരും, അതുപോലെ ദൃശ്യം 3. അങ്ങനെ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ ടോപ്പ് 4-ലെത്തിയിരിക്കുന്നു. 2018 കവിച്ചു വെച്ച് ടോപ്പ് 4-ലെത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ. അതുപോലെ 237 കോടിക്ക് മുകളിലുള്ള വേൾഡ് വൈഡ് കളക്ഷൻ. ഇതൊക്കെ തന്നെയാണ്. വേൾഡ് വൈഡ് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ 237 കോടിക്ക് മുകളിൽ കിട്ടിക്കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം 18-ാം തീയതി OTT റിലീഫാണ്. OTT റിലീഫായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ദൃശ്യം വേണ്ടത്ര ആൾക്കാരെ ആകർഷിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ കാശ് മുടക്കി എന്നാൽ തിയേറ്ററിൽ പോയി കാണണ്ട, എന്നാൽ വീട്ടിലിരുന്ന് കാണാം എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. 18-ാം തീയതിയാണ് OTT. അതിനു മുമ്പായിട്ട് കേരള കളക്ഷൻ എനിക്ക് തോന്നുന്നു 90 കോടി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. 90 കോടിയിലേക്കുള്ള പ്രയാണം എത്ര വേഗം എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.